ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഹറാം കലർന്ന് കടന്നു വരാൻ സാധ്യതയുള്ള മുഴുവൻ മേഖലകളെയുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉദ്ദേശിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹറാമായി പഠിപ്പിച്ചതെന്തോ അതിനോട് പൂർണ്ണമായി വിട പറയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ നോക്കൂ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, ഹറാമായ ഭക്ഷണം കഴിക്കുന്ന, ഹറാമായ വസ്ത്രം ധരിക്കുന്ന, ഹറാമായ രൂപത്തിൽ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഈ ഭൂമിയിൽ നിന്ന് റബ്ബിങ്കലേക്ക് അവൻ ഉയർത്തിവിടുന്ന പ്രാർത്ഥന പോലും അല്ലാഹു സ്വീകരിക്കൂല എന്ന് കാണാം. ജടകുത്തിയ മുടിയുമായി ഒരു മനുഷ്യൻ പള്ളിയിലേക്ക് വരുന്നു. ശരീരമാകെ അഴുക്കുപുരണ്ട പോലെ അയാളുടെ വസ്ത്രത്തിൽ അഴുക്കുപുരണ്ടിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉപമ പറയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉപമ പറയുകയാണ്. ഒരു മനുഷ്യനെ, പള്ളിയിലേക്ക് വരുന്ന ഒരു മനുഷ്യനെ ഉപമിച്ചു. അയാൾ വന്നു, ഒരു യാത്ര കഴിഞ്ഞ് ക്ഷീണിച്ച് തളർന്നു വരുന്ന ഒരു മനുഷ്യൻ പള്ളിയിലേക്ക് വന്നിരുന്ന് യമുദ്ദു യദൈഹി ഇലസ്സമാ, രണ്ട് കൈകളും അയാൾ ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് അയാൾ ചോദിക്കുന്നു, യാ റബ്ബു, യാ റബ്ബു, എൻ്റെ നാഥ, എൻ്റെ നാഥ എന്ന് പറഞ്ഞ് റബ്ബിനോട് അയാൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ റബ്ബിനോട് ചോദിക്കുന്നുണ്ട്. അയാളുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും അയാളുടെ ആവശ്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അയാൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ആ മനുഷ്യന്റെ ജീവിതത്തിന്റെ ഒരു രൂപം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, വമത്മഅഹു ഹറാം, അയാളുടെ ഭക്ഷണം ഹറാമാണ്. വമശ്റബഹു ഹറാം, അയാൾ കുടിക്കുന്ന പാനീയം ഹറാമാണ്. വമൽബസഹു ഹറാം, അയാൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഹറാമിന്റെ വസ്ത്രമാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, വഗുദിയ ബിൽ ഹറാം, ഹറാമിനാൽ ഊട്ടപ്പെട്ട ജീവിതമാണ് ആ മനുഷ്യൻ നയിക്കുന്നത്. എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഫഅന്നാ യുസ്തജാബു ലഹു, എങ്ങനെയാണ് അവന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുക? എങ്ങനെയാണ് അവന്റെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുക? പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിൽ ഹറാമില്ലാത്ത ജീവിതം നയിക്കാൻ കഴിയണം. നമ്മുടെ നാവ് കൊണ്ട് ഹറാമ് സംസാരിക്കുന്നവരാണോ? നമ്മുടെ കണ്ണ് ഹറാമുകളിലേക്ക് നിരന്തരം ഹറാമുകളിലൂടെ ഓടിക്കുന്ന കണ്ണുകളാണോ നമ്മുടെ കണ്ണുകൾ? ഹറാമ് പിടിക്കുന്ന കൈകളാണോ? ഹറാമിലൂടെ നടന്നു നീങ്ങുന്ന കാലുകളാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, അത് മുഴുവനും നോക്കൂ നിങ്ങൾ, ഹറാമ് കണ്ടാൽ, ഹറാമ് കേട്ടാൽ, ഹറാമ് പിടിച്ചാൽ, ഹറാമായതിലേക്ക് നടന്നു നീങ്ങിയാൽ എല്ലാം അതാത് അവയവങ്ങൾ കൊണ്ടുള്ള വ്യഭിചാരമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നു. അല്ലേ? എത്ര കണ്ട് നമ്മൾ സ്വീകരിക്കാറുണ്ട്? അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവരടിമയായി മാറണമെങ്കിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഹറാമില്ല എന്ന് ഉറപ്പുവരുത്താൻ കഴിയണം. അള്ളാഹു ഹറാമാണെന്ന് പഠിപ്പിച്ച സംഗീതത്തിനോട്, സിനിമകളോട്, സീരിയലുകളോട് നമ്മുടെ നിലപാടെന്താണ്? വളരെ ഗൗരവമായി നമ്മൾ ആലോചിക്കേണ്ട വശമാണ്. പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹറാമായി പഠിപ്പിച്ച മുഴുവൻ കാര്യങ്ങളെയും വിട പറയാൻ, അതിനോടൊക്കെ യാത്ര പറയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഹറാമിൽ നിന്ന് മുക്തമായ ജീവിതം നയിക്കണം. ഭക്ഷിക്കുന്ന ഭക്ഷണം ഹറാമാണെങ്കിൽ സഹോദരങ്ങളെ, നരകത്തിന്റെ തീയാണ് അവൻ തിന്നുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ ഉണർത്തിയില്ലേ? അള്ളാഹു വിശ്വാസികളെ വിളിച്ചു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ലാ തഅകുലു അംവാലകും ബൈനകും ബിൽ ബാത്തിൽ, ഹറാമായി നിങ്ങൾ തിന്നരുത്. അന്യന്റെ മുതൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഭക്ഷിക്കരുത്. അന്യായമായി നിങ്ങൾ തിന്നരുതെന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിച്ചു. അല്ലേ? നമ്മുടെ കടയിൽ നിന്ന് നമ്മൾ വിറ്റഴിക്കുന്ന സാധനങ്ങൾ സഹോദരങ്ങളെ, അതിൻ്റെ ന്യൂനത പറയാതെയാണ് കച്ചവടം ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ വിധി എന്താ? ഇങ്ങനെ എല്ലാ വശങ്ങളും നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ചിന്തിക്കാനും ആലോചിക്കാനും ഈ വശങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ ഉപദേശം, ഇത്തഖി മഹാരിം, ഹറാമുകളെ നീ സൂക്ഷിക്കണം. അബൂ ഹുറൈറ, ഇത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് മാത്രമുള്ള ഉപദേശമല്ല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിലൂടെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കുമുള്ള ഉപദേശമാണ്. അങ്ങനെ നീ ഹറാമുകളെ സൂക്ഷിച്ചാൽ തകുൻ അഅബദൻ നാസ്, ജനങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല വ്യക്തിത്വമായി, ഏറ്റവും നല്ല ദാസനായി നിനക്ക് മാറാൻ കഴിയും. രണ്ടാമതായി
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇർളി ബിമാ ഖസമല്ലാഹു ലക്, ഇർളി ബിമാ ഖസമല്ലാഹു ലക്. ഹദീസിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നു, വർളി ബിമാ ഖസമല്ലാഹു ലക് തകുൻ അഗ്നൻ നാസ്. അല്ലാഹു തന്നതിനെ തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന ഒരു മനസ്സുണ്ടാവണം. അല്ലാഹു തന്നത് നീ തൃപ്തിപ്പെട്ട് ജീവിച്ചോ എങ്കിൽ തകുൻ, നിനക്കായിത്തീരാം അഗ്നൻ നാസ്, ജനങ്ങളുടെ കൂട്ടത്തിലെ നല്ല ധന്യതയുള്ളവനായി നിനക്ക് മാറാം. നേരത്തെ പറഞ്ഞു നല്ല ദാസനാവാന്നാണ്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നല്ല ധന്യതയുള്ള വ്യക്തിത്വമായി നിനക്ക് മാറാൻ കഴിയും. എന്തായാൽ അള്ളാഹു തന്നത് തൃപ്തിപ്പെട്ട് ജീവിച്ചാൽ പോരാ 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 എന്നുള്ള ചിന്താഗതിയല്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവേണ്ടത്. മറിച്ച് എൻ്റെ റബ്ബ് എനിക്കിത് തന്നല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു മനസ്സാണ് സഹോദരങ്ങളെ നമുക്ക് വേണ്ടത്. അതിനെന്ത് വേണമെന്നറിയോ? അള്ളാഹു തന്നതിൻ്റെ മഹത്വം മനസ്സിലാക്കുന്ന മനസ്സുണ്ടാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖകും ഫഹുവ അജ്ദറു അൻ ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും. ഉൻദുറു, നിങ്ങൾ നോക്കണം. എവിടേക്ക്? ഇലാ മൻ ഹുവ അസ്ഫല മിൻകും, ദുനിയാവിൻ്റെ കാര്യത്തിൽ നിങ്ങളെക്കാൾ താഴെയുള്ള ആളുകളിലേക്ക് നിങ്ങൾ നോക്കണം. ഒരു ചോർന്നൊലിക്കുന്ന വീടാണ് എനിക്കുള്ളതെങ്കിൽ, പ്രിയമുള്ള സഹോദരങ്ങളെ, ആ വീട് കണ്ടിട്ട് ഞാൻ ദുഃഖിച്ചിരിക്കുന്ന മനസ്സല്ല എനിക്ക് വേണ്ടത്. മറിച്ച് രാത്രി അങ്ങാടി തിണ്ണകളിൽ ഈ കടയുടെ സെട്ടെന്ന് താഴ്ത്തിയിരുന്നെങ്കിൽ ഇവിടെ ഒന്ന് അന്തിയുറങ്ങാമായിരുന്നു എന്ന് പ്രതീക്ഷിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട്. അവരിലേക്ക് നോക്കുമ്പോൾ അള്ളാഹു നമുക്ക് തന്ന നിഅമത്തിന്റെ വലുപ്പം മനസ്സിലാവും. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചത്. വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖകും, നിങ്ങളെക്കാൾ മുകളിലുള്ള ആളുകളിലേക്ക് നിങ്ങൾ നോക്കരുത്. ആരെയും മുകളിലുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ സമ്പത്തിൻ്റെ കാര്യത്തിൽ, ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ, തറവാടിത്തത്തിൻ്റെ കാര്യത്തിൽ, സ്ഥാനമാനങ്ങളുടെ കാര്യങ്ങളിൽ ഇവരൊക്കെ ഉയർന്നു കുറേ ആളുകളുണ്ട്. അവരിലേക്ക് നോക്കിയാൽ നമുക്ക് റബ്ബ് തന്ന നിഅമത്തിൻ്റെ വലുപ്പം മനസ്സിലാക്കാൻ നമുക്ക് പറ്റൂല. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു തന്ന നിഅമത്തിൻ്റെ വലുപ്പം മനസ്സിലാക്കാൻ താഴെയുള്ളവരിലേക്ക് നോക്കണം. എങ്കിൽ ഫഹുവ അജ്ദറു അൻ ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും, നീ അങ്ങനെ നോക്കിയാലേ നിനക്ക് അള്ളാഹു നിനക്ക് തന്ന നിഅമത്തിന്റെ വലുപ്പം നിനക്ക് മനസ്സിലാവുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? ഇനി അങ്ങനെ ചിന്തിക്കുന്നു എന്ന് മാത്രമല്ല, 10 ഉറുപ്പ്യൻ്റെ പോക്കറ്റിലുണ്ടെങ്കിൽ പടച്ചോനെ ഈ 10 ഉറുപ്പ്യ ഇല്ലാത്ത എത്ര ആൾക്കാരുണ്ടാവുന്നെന്ന് ചിന്തിക്കുമ്പോഴാണ് അവിടെ ആ 10ന്റെ വില നമുക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെയാണല്ലോ. പക്ഷേ അങ്ങനെ ചിന്തിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും ഹറാമുകളിലേക്ക് പോകുന്നത്. അള്ളാഹു തന്ന ഹലാലായ സമ്പത്തിലേക്ക് അത് പോരാ എന്ന ചിന്താഗതി വരുമ്പോൾ അതിലേക്ക് പലിശ വരുന്നു, അതിലേക്ക് ഹറാമായത് കൂട്ടിച്ചേർക്കുന്നു. എന്തുകൊണ്ട്? റബ്ബ് തന്നത് പോരാ എന്നുള്ള ചിന്താഗതി അല്ലേ, അതിലേക്ക് ഹറാമ് കടത്തിക്കൂട്ടി. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇർളി ബിമാ ഖസമല്ലാഹു ലക, അല്ലാഹു നിനക്ക് തന്നതിനെ നീ തൃപ്തിപ്പെട്ട് ജീവിക്കുക. അതാണ് അതിനുള്ളൊരു പരിഹാരം. അങ്ങനെ ജീവിച്ചാൽ മാത്രം പോരാ, മറിച്ച് അങ്ങനെ റബ്ബ് തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന ഒരടിമയാകാനും സുഹൃത്തുക്കളെ നമുക്ക് കഴിയണം. നന്ദിയുള്ളൊരടിമ അല്ലേ? വദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. വദ്കുറൂനി അദ്കുറുക്കും, എന്നെ നിങ്ങൾ ഓർത്താൽ ഞാൻ നിങ്ങളെ ഓർക്കും. വഷ്കുറൂലി, നിങ്ങൾ എനിക്ക് നന്ദി കാണിക്കണേ. വലാ തക്ഫുറൂൻ, എന്നോട് നിങ്ങൾ നന്ദികേട് കാണിക്കരുത്. അള്ളാഹ്ക്ക് നന്ദി കാണിക്കുന്ന ഒരു മനസ്സ്. നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രാത്രി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ചരിത്രം നമ്മൾ കേട്ടിട്ടില്ലേ? വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് ഉറങ്ങാൻ കഴിയാതെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുറത്തിറങ്ങി നടന്നു പോവാണ്. രണ്ടാമനായി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടി. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല ഉമറെ, എന്താ ഈ രാത്രിയിൽ? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വിശപ്പാണ് അബൂബക്കറെ. നടന്നു. രണ്ടാളും നടക്കുമ്പോൾ മൂന്നാമനായ ഒരു വ്യക്തിത്വത്തെ കാണുന്നു, മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നു, നബിയേ, എന്തേ റസൂലേ അങ്ങ്
ഈ രാത്രിയിലെന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് വല്ലാഹി റബ്ബിനെ തന്നെയാണ് സത്യം. സ്വഹാബാക്കളെ, അബൂബക്കറെ, ഉമറെ, നിങ്ങൾ എന്തൊരു കാരണം കൊണ്ടാണോ പുറത്തിറങ്ങിയത് അതേ കാരണമാണ് എന്നെയും പുറത്തിറക്കിയതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ടെങ്കിൽ എത്ര വേദനകളും എത്ര പട്ടിണിയുടെ വേദനകൾ, പ്രയാസങ്ങൾ അവർ അനുഭവിച്ചു നോക്കൂ നിങ്ങൾ. മൂന്നാളുകളും നടന്നു നീങ്ങുമ്പോൾ ഒരു അൻസാരി സ്വഹാബിയുടെ ഈത്തപ്പഴത്തോട്ടത്തിൻ്റെ ചാരത്തെത്തുന്നു. വീട്ടിൽ തൻ്റെ തോട്ടത്തിന് കാവലിരിക്കുന്ന, തൻ്റെ തോട്ടത്തെ പരിചരിക്കുന്ന അൻസാരിയായ സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുമ്പോൾ പ്രവാചകനോട് അന്വേഷിക്കുന്നു. രാത്രി സമയത്ത് ഇറങ്ങി നടക്കുന്നതിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാര്യം പറഞ്ഞപ്പോൾ അല്പം ഈത്തപ്പഴം ഇങ്ങനെ പറിച്ച് റസൂലുള്ളാഹിൻ്റെ കയ്യിലേക്ക് സ്വഹാബിയോട് കൊടുത്തു. ആ കിട്ടിയ ഈത്തപ്പഴം ഇങ്ങനെ മുറുക്കി പിടിച്ചു. ആ കിട്ടിയ കാരക്ക കയ്യിലേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും അത് കഴിക്കാൻ തുടങ്ങി. അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പൊട്ടിക്കരയാണ്. കരയുന്ന റസൂലിനോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, നബിയെ എന്തിനാ റസൂലെ അങ്ങ് കരയുന്നത്? എന്തിനാ റസൂലെ അങ്ങ് കരയുന്നത്? ഇത്ര നേരം പട്ടിണി കിടന്ന നമുക്ക് അല്ലാഹു ഇത് തന്നില്ല റസൂലെ, പിന്നെ എന്തിനങ്ങ് കരയണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അബൂബക്കറെ, ഉമറെ, ഇത്ര നേരം പട്ടിണി കിടന്ന നമുക്ക് അല്ലാഹു ഇത് തന്നില്ലേ അബൂബക്കറെ? സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. അല്ലാഹു തന്ന ഓരോ നിഅമത്തുകൾക്കും എണ്ണി എണ്ണി മറുപടി പറയണ്ടേന്ന്. ഡൈനിങ് ടേബിളുകളിൽ ഭക്ഷണത്തിന്റെ പാത്രങ്ങൾ നിറച്ചു വെച്ചിട്ടും സഹോദരങ്ങളെ, അത് പോരായ്മകൾ പറയുന്ന, അതിന് ന്യൂനതകൾ പറയുന്ന നമ്മൾ ആലോചിക്കണം. അല്ലാഹു തന്ന ഏത് നിഅമത്തിനാണ് മനസ്സിന്റെ അകത്തളങ്ങളിൽ നിന്ന് അൽഹംദുലില്ലാഹ് എന്നൊരു വാക്കുരുവിടാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ആലോചിച്ചു നോക്കൂ നിങ്ങൾ. പോരായ്മകളും ഇല്ലായ്മകളും വല്ലായ്മകളും പറയുമ്പോൾ റബ്ബിനെ സ്തുതിക്കുന്ന ഒരു വാക്ക്, മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഒരു വാക്ക് സഹോദരങ്ങൾ അല്ലാഹുവിനെ സ്തുതിക്കുന്നവർ അൽഹംദുലില്ലാഹ് വരണം. അതാണ് ചരിത്രം നമുക്ക് പഠിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വർളി ബിമാ ഖസമല്ലാഹു ലക, അല്ലാഹു നിനക്ക് തന്നതിനെ നീ തൃപ്തിപ്പെട്ട് ജീവിക്ക്, എങ്കിൽ തകുൻ അഗ്നൻ നാസ്, അല്ലാഹുവിൻ്റെ അടുക്കൽ ഭൂമിയിൽ നിനക്കൊരു ധന്യതയുള്ള വ്യക്തിത്വമായി നിനക്ക് മാറാൻ കഴിയും. മൂന്നാമതായി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നു, വഅഹ്സിൻ ഇലാ ജാരിക തകുൻ മുഅ്മിന. വഅഹ്സിൻ, നീ നന്മ ചെയ്യണം. ആർക്കാ നീ നന്മ ചെയ്യേണ്ടത്? ഇലാ ജാരിക്, നിന്റെ അയൽവാസിക്ക് നീ നന്മ ചെയ്യണം, എങ്കിൽ തകുൻ മുഅ്മിന, നിനക്കൊരു പൂർണ്ണമായ മുഅ്മിനായി മാറാൻ കഴിയും. ഒരു ഈമാനുള്ള മനുഷ്യന്റെ, ഒരു വിശ്വാസിയുടെ ഗുണമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്തു പഠിപ്പിച്ചതാണ് അഹ്സിൻ ഇലാ ജാരിക്. അയൽവാസിക്ക് നന്മ ചെയ്യുക, അയൽവാസിക്ക് നന്മ ചെയ്യുക. ജാതിയും മതവും വർണ്ണവും വർഗമൊന്നും നോക്കണ്ട, അവിടെ നന്മ ചെയ്യുക, ഒരു ഉപകാരം ചെയ്യുക. എൻ്റെ വീട്ടിലെ വാഹനം സഹോദരങ്ങളെ എൻ്റെ അയൽവാസിക്ക് ഉപകാരപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ നിനക്ക്? വാപ്പാക്ക് അസുഖമാണെന്ന് പറഞ്ഞ് നട്ടപ്പാതിരാക്ക് അയൽവാസിയായ സുഹൃത്ത് വന്ന് വാതിൽ മുട്ടിയപ്പോൾ നമ്മുടെ വാഹനം ഒന്ന് തൽക്കാലം ഹോസ്പിറ്റലിലേക്ക് വേണ്ടി ഒന്ന് ചോദിച്ചപ്പോൾ പോലും കറുത്തു പോകുന്ന മുഖമാണ് നമ്മുടെ മുഖമെങ്കിൽ ഇല്ല സഹോദരങ്ങളെ, ഈമാൻ അങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലേ? മതത്തെ കളവാക്കിയവരെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ടല്ലോ. മതത്തെ കളവാക്കിയവർ ആരാ? മതത്തെ കളവാക്കിയ വിഭാഗാരാ? നമ്മളെല്ലാവരും ഓതി ശീലുള്ള ആയത്താണ്, സൂറത്താണ് സൂറത്തുൽ മാഊൻ. അല്ലേ? റഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. അവിടെ നിന്ന് തുടങ്ങും പടച്ചോന്, അവിടെ നിന്ന് തുടങ്ങണം അല്ലാഹു സുബ്ഹാനഹു വ തആല. ആരാണ് മതത്തെ കളവാക്കിയവർ? ആരാണെന്ന് നബിയെ നിനക്ക് അറിയാമോ? ആരാണ് ആ വിഭാഗം? 5 ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല 5 ക്വാളിറ്റി ഉള്ള ആളുകൾ ഇങ്ങനെ എണ്ണി പഠിപ്പിക്കുന്നുണ്ട്. അതിൽ 5ാമത്തെ വ്യക്തി ആരാന്ന് നിങ്ങൾ വയംനഊനൽ മാഊൻ, പരോപകാര വസ്തുക്കൾ കൊണ്ട് ഉപകാരം ചെയ്യാത്തവരാണെന്ന്. എന്താ ഈ പരോപകാര വസ്തു എന്ന് പറഞ്ഞാൽ? സുഹൃത്തുക്കളെ, നമ്മുടെ വീട്ടിൽ അന്നാന്ന് ഉപയോഗിക്കുന്ന വസ്തുക്കൾക്കാണ് പരോപകാര വസ്തുക്കൾ എന്ന് പറയാ. ആ വസ്തുക്കൾ കൊണ്ട് ഉപകരിക്കണില്ലെങ്കിൽ അയൽവാസി വന്ന് ചോദിക്കാൻ നിങ്ങളെ കത്തി ഒന്ന് തരുമെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിൽ എന്തെങ്കിലും ഒരു വസ്തു നമ്മളോട് വന്ന് ചോദിക്കുമ്പോൾ കൊടുക്കാനുള്ള മനസ്സില്ലെങ്കിൽ ഓനെ കുറിച്ചാണ് അള്ളാഹു ഈ പറഞ്ഞത്. അത്തരം ആളുകളെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയം പറഞ്ഞത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹ്സിൻ ഇലാ ജാരിക്, അയൽവാസിക്ക് നന്മ ചെയ്യ്. സഹോദരങ്ങളെ, അയൽവാസിയോട് ഏറ്റവും നല്ല
നല്ല രൂപത്തിൽ ഇടപഴകണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ അയൽവാസി നമ്മളെ സംബന്ധിച്ച് സഹോദരങ്ങളെ പേടിയില്ലാതെ ഒരു ഭയപ്പാടില്ലാതെ ജീവിക്കുന്ന കാലമുണ്ടെങ്കിൽ അവിടെ അപ്പോഴാണ് നമ്മൾ മുഅ്മിനീങ്ങളാവുക. നമ്മുടെ അയൽവാസിക്ക് നമ്മളെക്കുറിച്ച് പേടിയാണെങ്കിൽ, നമ്മൾ അതിൻ്റെ അടുത്തുള്ളത് അയൽവാസിക്ക് പേടിയാണെങ്കിൽ തീർന്നു, നമ്മുടെ പരലോകം ബാത്തില. അതുകൊണ്ട് അയൽവാസിക്ക് നമ്മളെക്കുറിച്ച് എപ്പോഴും ഒരു മഹാബത്തുള്ള ഒരു അന്തരീക്ഷം എപ്പോഴും ഉണ്ടാവേണ്ടത്, ഒരു ആദരവും ബഹുമാനവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമായി നമുക്ക് മാറാൻ സാധിക്കണം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് അഹ്സിൻ ഇലാ ജാരിക്, നീ നിന്റെ അയൽവാസിക്ക് നന്മ ചെയ്യണം, അയൽവാസിക്ക് നീ നന്മ ചെയ്യണം. എങ്കിൽ നിനക്കെന്താവാം? തകുൻ മുഅ്മിന, നിനക്കൊരു പൂർണ്ണമായ മുഅ്മിനായി നീ മാറാൻ നിനക്ക് കഴിയും. നാലാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഉപദേശം വഅഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക തകുൻ മുസ്ലിമ. നാലാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഉപദേശം എന്താണെന്നറിയോ? നാലാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് വഅഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക, നിനക്ക് ഇഷ്ടപ്പെട്ടത് നിന്റെ സഹോദരനും ഇഷ്ടപ്പെടുമ്പോഴാണ് നിനക്കൊരു മുഅ്മിനാവാൻ സാധിക്കുക, നിനക്കൊരു മുസ്ലിം ആവാൻ സാധിക്കുക. നിനക്ക് ഇഷ്ടപ്പെട്ടത് സഹോദരന് ഇഷ്ടപ്പെടാന്ന് പറഞ്ഞാൽ എന്താ? ദാനം ചെയ്യുന്നൊരു മനസ്സ്, ദാനം ചെയ്യുന്ന മനസ്സിനാണ് സുഹൃത്തുക്കളെ പ്രാധാന്യം. കുറേ കൊടുത്തു എന്നുള്ളതിലപ്പുറം കൊടുക്കാനുള്ളൊരു മനസ്സുണ്ടല്ലോ. ചില ആൾക്കാർക്ക് കുറേ ഉണ്ടാവും, പക്ഷെ കൊടുക്കൂല, പിശുക്ക് അല്ലേ? ഒരു വിശ്വാസിന്റെ പ്രത്യേകത എന്താ? ഒരു വിശ്വാസിന്റെ പ്രത്യേകത വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമാ. ഒരു വിശ്വാസി അല്ലേ? സമ്പത്തുണ്ട്, അതുകൊണ്ട് ദൂർത്തടിക്കണില്ല, പിശുക്കി വെക്കണില്ല, രണ്ടിൻ്റെയും ഇടയിൽ മിതമായി ചെലവഴിക്കുന്നവൻ. പിശുക്കൂല. വിശ്വാസിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പിശുക്കി വെക്കൂല, ആവശ്യമുള്ള ആളുകൾക്ക് അത് എടുത്തു കൊടുക്കുന്ന സ്വഭാവം. ദാനം ചെയ്യുന്നൊരു മനസ്സ് നമുക്കുണ്ടാവണമെന്നർത്ഥം, ദാനം ചെയ്യുന്നൊരു മനസ്സ് നമുക്കുണ്ടാവണമെന്നർത്ഥം. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിലെ വചനമിറങ്ങി, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. ഈ ആയത്ത് പല തവണ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾ മുഅ്മിനാണോ എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങളുടെ സഹോദരനും ഇഷ്ടപ്പെടണം. ഈ ആയത്ത് ഇറങ്ങിയ സമയത്ത് മഹാനായ അബൂ തുൽഹത്തുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വരുന്നുണ്ട്. നബിയേ, എൻ്റെ അള്ളാന്റെ റസൂലേ, എൻ്റെ അടുക്കൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഞാനേറെ ഇഷ്ടപ്പെടുന്നത് എൻ്റെ ബൈറുഹാ എന്ന തോട്ടമാണ്. മദീനയിലെ പക്ഷികൾ കളകൂചനം മുഴക്കുന്ന, ഈത്തപ്പഴ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന, നല്ല പച്ചപ്പ് നിറഞ്ഞ അരുവികൾ ഒഴുകുന്ന ആ ബൈറുഹാ എന്ന തോട്ടം, ബൈറുഹാ എന്ന പേരിൽ അറിയപ്പെടുന്ന തോട്ടം, നബിയെ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് അബൂ തുൽഹത്തുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് പറയുമ്പോൾ, എന്നിട്ട് ചോദിക്കാണ്, നബിയെ ഞാനത് കൊടുക്കട്ടെ? റസൂലേ, ഞാനത് കൊടുക്കട്ടെ? അള്ളാന്റെ മാർഗത്തിൽ ഞാനത് കൊടുക്കട്ടെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പറഞ്ഞു, നീ ദാനം ചെയ്തോ, പക്ഷേ നിന്റെ കുടുംബത്തിലെ ദരിദ്രരായ ആളുകളെ നീ ആദ്യം പരിഗണിക്കണം എന്നാ. ആലോചിച്ച് നിങ്ങൾ, ഇഷ്ടപ്പെട്ട തോട്ടം ഒരു ആയത്തിറങ്ങിയപ്പോൾ കൊടുക്കാൻ മനസ്സ് കാണിച്ച സ്വഹാബി അല്ലേ? ഒരുപാട് കൊടുത്തിട്ടുണ്ട്, അവര് ഒരുപാട് കൊടുത്തിട്ടുണ്ട്. ഇതേ സ്വഹാബിയാണ് ഒരു ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ സ്വഹാബാക്കളൊക്കെ വട്ടത്തിലിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉണ്ട്, സ്വഹാബാക്കളൊക്കെ ഇരിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്വഹാബി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, റസൂലേ, ഇന്ന് ഞാൻ നിങ്ങളുടെ വീട്ടിലെ അതിഥിയായി വരട്ടെ നബിയെ? ഞാനും നിങ്ങളെ വീട്ടിലെ അതിഥിയായിട്ട് വരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതേ എന്ന് തലയാട്ടി, അതേ എന്ന് തലയാട്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തലയാട്ടിയെങ്കിലും റസൂലിന്റെ മനസ്സിൽ ഒരു വിഷമമുണ്ട്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ ഒരു വിഷമമുണ്ട്. എന്താണെന്നറിയോ? അതിഥിയെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയാൽ അവിടെ ഭക്ഷണമായി കൊടുക്കാൻ ഒന്നുമില്ലല്ലോ എന്ന വേദന, ഒന്നുമില്ലല്ലോ എന്ന വേദന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സ്വഹാബാക്കളിലെ ചില ആളുകളെ വിളിച്ചിട്ട് പറഞ്ഞു, ഏതെങ്കിലും ഒരു ഭാര്യയുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ഭക്ഷണം ഉണ്ടോ എന്ന് പരിശോധിക്കാൻ. ഓടി പോയി പരിശോധിച്ചു, തിരിച്ചു വന്നു, അന്വേഷിച്ചിട്ട് വന്നിട്ട് പറഞ്ഞു, ഇല്ല നബിയെ, ഒന്നുമില്ല, ഒരു ഭാര്യയുടെ വീട്ടിലും ഒന്നുമില്ല. ഇരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മുന്നിലിരിക്കുന്ന അബൂബക്കർ റളിയല്ലാഹുവിന്റെ മുഖത്തേക്ക് മെല്ലെ തലപൊക്കി ഒന്ന് നോക്കി.
അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ നോക്കുന്നത് കൊണ്ടുപോകുമോ അബൂബക്കറെ എൻ്റെ അതിഥി എന്ന നോട്ടമാണെന്ന്. അബൂബക്കർ റളിയല്ലാഹു അൻഹു മെല്ലെ തല താഴ്ത്തി. അവിടെയൊന്നുമില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ദിവസങ്ങളായി പട്ടിണി കിടക്കുന്ന എൻ്റെ ഭാര്യയുടെ മുന്നിലേക്ക് എങ്ങനെ കൊണ്ടുപോകാനാണ് ഞാൻ എൻ്റെ റസൂലിൻ്റെ അതിഥിയെ എന്ന വേദന അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് പ്രകടമാകുന്നുണ്ട്. ഓരോ സ്വഹാബികളെയും നോക്കുമ്പോൾ അന്ന് ബൈറുഹാ തോട്ടം ദാനം ചെയ്ത അതേ സ്വഹാബി റസൂലുള്ളാഹിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു റസൂലിന്റെ മുഖഭാവം കണ്ട് അത് സഹിക്കാൻ കഴിയാതെ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, നബിയേ ഞാൻ കൊണ്ടുപോയിക്കോളാം നിങ്ങളുടെ അതിഥിനെ, ഞാൻ ഏറ്റെടുത്തോളാം. റസൂലുള്ളാഹിക്ക് സന്തോഷമായി. അതിഥിയുടെ കൈ പിടിച്ച് അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പോവാണ്. ഭാര്യൻ്റെ അടുത്ത് എന്താ ഉള്ളത്, അവിടെ ഭക്ഷണമായിട്ട് എന്താ ഉള്ളത് എന്നുള്ള ഒരു കൃത്യമായ ധാരണ ഒന്നും അബൂ തൽഹത്തുൽ അൻസാരിക്കില്ല. പക്ഷെ അവിടെ ചെന്നാൽ എന്തുണ്ടാവുന്നു അദ്ദേഹത്തിന് ഒരു ഉറപ്പില്ല. പക്ഷെ നേരെ ചെന്നു, വീട്ടിലേക്ക് കയറി ചെന്ന് അതിഥിയെ സൽക്കരിച്ചിരുത്തി നേരെ ഭാര്യയുടെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു, എന്താ അവിടെ ഉള്ളത്? അള്ളാഹിൻ്റെ റസൂലിൻ്റെ അതിഥിനെയും കൂട്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്, ഇവിടെ എന്താ കഴിക്കാനുള്ളത്? ഉറങ്ങുന്ന മക്കൾക്ക് വേണ്ടി സഹോദരങ്ങളെ അവർ ഉണർന്നാൽ കൊടുക്കാനുള്ള ഭക്ഷണം, തിരി ഗോതമ്പിൻ്റെ ഭക്ഷണം, അതിങ്ങനെ ആ പാത്രം ഇങ്ങനെ ചെരിച്ചു പിടിച്ചിട്ട് പറഞ്ഞു, ഇതാണ് ഇവിടെ ഉള്ളത്, ഇതല്ലാതെ അവിടെ ഒന്നുമില്ലാന്ന് അബൂ തൽഹത്തുൽ അൻസാരിയോട് കാണിച്ചു കൊടുക്കുമ്പോൾ അദ്ദേഹം പറയാണ്, മക്കളുടെ കാര്യം അവർ ഉണർന്നിട്ടല്ലേ, നീ ഉള്ളതൊരു പാത്രത്തിലേക്ക് നീ വിളമ്പി വെക്കണം, നീ ഒരു പാത്രത്തിലേക്ക് വിളമ്പ്. റസൂലുള്ളാഹിന്റെ അതിഥിയാണ്, വീട്ടിലേക്ക് വന്ന അതിഥിയാണ്, വിഷമിപ്പിക്കാൻ പാടില്ല. ഉള്ളതെടുത്ത് പാത്രത്തിലേക്ക് വിളമ്പി. ഞാനും കൂടെ ഇരുന്നിട്ടില്ലെങ്കിൽ അതിഥിയുടെ മനസ്സ് വേദനിക്കും, അതുകൊണ്ട് ഉള്ളത് നീ ഒരു പാത്രത്തിലേക്ക് വിളമ്പ്, രണ്ടാൾക്കും കൂടി കഴിക്കാനുള്ള ഭക്ഷണം അതിലില്ല, എന്നാലും ഞാൻ കൂടെ ഇരുന്നോളാം, നീ പാത്രം വെക്കണം, രണ്ടാമത് നീ വിളക്ക് വെക്കണം, തിരിച്ചു പോരുമ്പോൾ വിളക്ക് ഊതിയിട്ടുണ്ട് പോന്നാൽ മതി, ഞാൻ അവിടെ ഇരുന്നോളാം. ആ കയ്യിൽ പാത്രത്തിൽ കൈയിട്ടിങ്ങനെ ഞാൻ അവിടെ ഇരുന്നോളാം, ഉള്ളത് അതിഥി കഴിക്കട്ടെ എന്ന് തീരുമാനിച്ചു. പറഞ്ഞ പോലെ പാത്രം വെച്ചു, വിളക്ക് വെച്ചു, പോരുമ്പോൾ വിളക്ക് ഊതിയിട്ട് ഇങ്ങോട്ട് പോന്നു. എണ്ണ തീർന്നിട്ട് വിളക്ക് കെട്ടതാണെന്ന് അതിഥി വിചാരിച്ചു കൊള്ളുമെന്ന അബൂ തൽഹത്തുൽ അൻസാരിയുടെ ചിന്ത. സഹോദരങ്ങളെ, ഭക്ഷണം കഴിച്ചതിനു ശേഷം ഉള്ളത് അതിഥി കഴിച്ചു. അബൂ തൽഹത്തുൽ അൻസാരി ആ പാത്രത്തിൽ ഇങ്ങനെ കൈയിട്ടിരുന്നു, എഴുന്നേറ്റ് പോയി. ഭക്ഷണം കഴിച്ച് അതിഥി പോയി. വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് അന്ന് രാത്രി ആ വീട്ടിൽ അവർ കഴിച്ചു കൂട്ടി. പിറ്റേ ദിവസം സുബഹി നിസ്കാരത്തിനു വേണ്ടി റസൂലുള്ളാഹിന്റെ പള്ളിയിലേക്ക് അബൂ തൽഹത്തുൽ അൻസാരി വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ഒട്ടിപ്പിടിച്ച വയറുമായി അബൂ തൽഹത്തുൽ അൻസാരി എത്തുന്നുണ്ട്. നിസ്കാരം കഴിഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങൾ കഴിഞ്ഞ് റസൂലിനോടൊരു കാര്യം ചോദിക്കാൻ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഇന്നലെ ഞാൻ ചെയ്ത ദാനധർമ്മത്തിന്റെ കൂലി എത്രയാണെന്നറിയണം. എഴുന്നേറ്റ് നിന്ന ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ തൽഹയെ കണ്ടപ്പോൾ റസൂൽ അങ്ങോട്ട് എഴുന്നേറ്റുന്നു. എന്നിട്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ചു, രണ്ട് ഷോൾഡറിലും ഇങ്ങനെ കൈവച്ചിട്ട് പറഞ്ഞു, അബൂ തൽഹ, നീ ഇന്നലെ കാണിച്ച ആതിഥ്യ മര്യാദ കൊണ്ട് അത് കണ്ട് അള്ളാഹു പോലും സന്തോഷിച്ചു മോനെ അബൂ തൽഹ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വാക്ക് ആലോചിച്ച് നോക്കുങ്ങൾ. വിശക്കുന്നവന് ഉള്ളത് എടുത്തു കൊടുക്കുന്ന മനസ്സ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, വയുത്ഇമൂന അത്അമ അലാ ഹുബ്ബിഹി മിസ്കീനം വയതീമൻ വഅസീറാ ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാ ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറാ ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറാ. ദാനം ചെയ്യുമ്പോൾ നമുക്കുണ്ടാകേണ്ട ഒരു മനസ്സ്, അതൊരു വിശ്വാസിയുടെ ക്വാളിറ്റിയാണ്. എടുത്താണ് കൊടുക്കുക. എന്നിട്ട് പറയണ അവന് ഹൃദയത്തിലുള്ള ചിന്ത എന്താ? എൻ്റെ റബ്ബിൻ്റെ അടുക്കൽ മുഖം കറുത്തു പോകുന്നൊരു ദിവസം വരാനുണ്ട്, അന്ന് പരാജയപ്പെടരുത്, അന്ന് വിജയിക്കാൻ വേണ്ടിയാണ് ഈ ഭക്ഷണം നിനക്ക് തന്നതെന്ന് പറയാൻ കഴിയുന്നവനാണ് മുഅ്മിൻ.